നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 1450 വർഷം മുമ്പ് നമ്മൾ വിശ്വാസികളാണെങ്കിൽ സഹോദരങ്ങളെ, ആ ചോദ്യം നമ്മൾ മനഃപ്പാടമാക്കിയ ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പരീക്ഷയുടെ തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നാൽ നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി അത് വീക്ഷിക്കും, ആ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടെത്തും. ഇത് 1450 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഹും യസ്തരിഖൂന ഫീഹാ, അവർ ആ നരകത്തിൽ കിടന്നുകൊണ്ട് തട്ടഹസിച്ച് കരയും, അവസരം നഷ്ടപ്പെടുത്തിയത് കൊണ്ട്. എന്താണ് അവർ പറയുക? റബ്ബന അഖ്രിജ്ന നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. റബ്ബേ, ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ പ്രവർത്തിക്കാതെ ഉപേക്ഷിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. ഞങ്ങളത് ചെയ്ത് തിരിച്ചു വരാം എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, ഒറ്റ ചോദ്യം, അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലയോ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും ആലോചിക്കാനും തീരുമാനിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം 40, 50, 60, 70, 80, 90 വർഷം വരെ നിങ്ങൾക്ക് ലോകത്ത് ജീവിക്കാനുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ? വജാഅകുമുൻ നദീർ, ഇത് ഇന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പറയാൻ പ്രവാചകന്മാരെ അയച്ചു, പ്രബോധകന്മാരെ അയച്ചു, ഉത്ബോധകന്മാരെ അയച്ചു, മുന്നറിയിപ്പുകാരെ അയച്ചു. എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല, പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് അന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ വെള്ളിയാഴ്ചകളാണ്, അന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ്, അന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അയ്യാമുൽ അശ്ർ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ. ഇതിന്റെ ഒരു ദിവസമാണ് നിങ്ങൾ എന്ന് ചോദിക്കുന്നത്. അതിന് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇതൊക്കെ നിന്റെ വെറും വാക്കാണ്. നീ ഒരുപാട് നുണ പറഞ്ഞതിൽപ്പെട്ട ഒരു നുണയാണിത്. ഇന്ന് നിന്നെ തിരിച്ചയച്ചാൽ നിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഫദൂഖു, ആസ്വദിച്ചു കൊള്ളുക. ഫമാലിൽ ളാലിമീന മിൻ നസീർ, ഇന്ന് അക്രമികൾക്ക് ഇവിടെ യാതൊരു സഹായവുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും എന്ന് 1450 വർഷം മുമ്പ് നമുക്ക് പറഞ്ഞു തന്നാണ്. നമുക്ക് മനസ്സിലാക്കി തന്നിട്ടും നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു പാപം നമ്മൾ അവശേഷിച്ചു പോയാൽ സഹോദരന്മാരെ, അതിന് നമുക്ക് ശിക്ഷ കിട്ടും. അത് പൊറുക്കാനുള്ള ലോകമാണിത്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു പോകും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നവരുടെ പാപങ്ങൾ പുറത്തു പോകും. ഇതിനൊന്നും നമ്മൾ തയ്യാറാകാതെ നമ്മളുടെ പ്രയാസങ്ങൾ ക്ഷമിച്ചാൽ പാപങ്ങൾ പൊറുക്കും, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു പാപം അവശേഷിച്ചു പോയാൽ, ഇവിടെ നിന്ന് പൊറുക്കാതെ അവശേഷിച്ചു പോയാൽ സഹോദരന്മാരെ, അതിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. നരകത്തിലിട്ട് കരിച്ച് അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് ശുദ്ധനാക്കും. എന്നിട്ടാണ് നമ്മൾ സ്വർഗത്തിലാക്കുക. പരമപരിശുദ്ധർ മാത്രം പ്രവേശിക്കുന്ന ആ ഒരു ഗേഹമാണ് സ്വർഗം. അവിടെ ഒന്നുകിൽ അല്ലാഹു നമ്മൾ ഇവിടെ വെച്ച് ശുദ്ധീകരിക്കും. അതിന് നമ്മൾ തയ്യാറാകണം. അതിനാണ് റമദാൻ, ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയും സംസ്കരണവും നേടിയെടുക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, റമദാൻ തിരിച്ചു പോകുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരാൾ മരണപ്പെടുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണെങ്കിൽ റമദാൻ കഴിഞ്ഞവനും അതുപോലെ തന്നെയാണ്. 5 നേരം നമസ്കരിക്കുന്നവനും അതുപോലെ ശുദ്ധനാകും. സക്കാത്ത് കൊടുക്കുന്നവനും അതുപോലെ ശുദ്ധമാകും. അതാണ് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാം നമ്മളെ സമൂലമായ പരിവർത്തനത്തിന് വിധേയമാക്കാനാണ്. അതുകൊണ്ട് നോമ്പ് ആ പരിവർത്തനത്തിന് വിധേയമാക്കുന്നതായിരിക്കണം. പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് നമ്മൾ പറയണം. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പ്രത്യേകം ഇത് സ്വീകരിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുക. ക്ലാസ്സൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് പരലോകത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ചെറിയ അമലുകൾ ചെയ്യാൻ, അള്ളാഹുവിന്റെ പാപങ്ങളെങ്കിലും ഇറക്കി വെക്കാനുള്ള അവസരങ്ങളായിക്കൊണ്ട് ഇതിനെ കാണാൻ നമുക്ക് സാധിക്കണം. അടുത്തൊരു റമദാനിൽ, ഈ റമദാനിൽ ഇല്ലാത്ത ചില ആളുകളുണ്ടെങ്കിൽ അടുത്ത റമദാനിൽ ഈ സ്ഥാനത്ത് നമ്മൾ പലരും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെയേറെ ജാഗ്രതയോടുകൂടി ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്തി കളയാതെ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്, ശുക്ർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നോറ്റ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഖിയാമുൽ ലൈലും നമ്മുടെ സ്വതക്കകളും ഒക്കെ നമ്മളുടെ മാനസിക നില പരിഗണിച്ചുകൊണ്ട്, തെറ്റുകൾ പുറത്തുകൊണ്ട് സമ്പൂർണ്ണമായ അമലുകളായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരുടെ സകല പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ റമദാനിൽ സുഭിക്ഷമായി നമ്മൾ നോമ്പ് തുറക്കുകയും സുഭിക്ഷമായി നോമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശുദ്ധജലം പോലും കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, വൃദ്ധന്മാരായ ആളുകൾ, ഉമ്മമാർ, ചെറിയ കുട്ടികളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സകല പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വരും കാലങ്ങളിൽ ശാന്തിയും സമാധാനമുള്ള ഒരു ജീവിതം അല്ലാഹു അവർക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിത് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.